അധ്യാപകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭീഷണി. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ 5 വർഷം ശൂന്യവേതന അവധിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടിയെടുക്കുമെന്നും കാണിച്ച് മാനേജ്മെന്റ് അധ്യാപകർക്ക് നോട്ടീസ് നൽകി. നാദാപുരം TIM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റാണ് അധ്യാപകർക്കെതിരെ രംഗത്തെത്തിയത്. അതേസമയം ഭീഷണി മറികടന്ന് 2 അധ്യാപകർ മത്സര രംഗത്തെത്തി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. KER ചട്ടപ്രകാരം എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അംഗങ്ങൾക്ക് 15 ദിവസം പ്രത്യേക അവധിയും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അധ്യാപകൻ ജനപ്രതിനിധിയായാൽ അധ്യയനം താളം തെറ്റുമെന്നാണ് കോഴിക്കോട് നാദാപുരം TIM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. ജനപ്രാതിനിധ്യ സ്വഭാവത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സേവനങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അത് സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് തകിടം മറിയുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ജയിക്കുന്ന അധ്യാപകർ 5 വർഷം ശൂന്യവേതന അവധിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി എടുക്കുമെന്ന് കാണിച്ച് മാനേജ്മെന്റ് അധ്യാപകർക്ക് നോട്ടീസ് നൽകി. എന്നാൽ മാനേജ്മെന്റ് ഭീഷണി അധ്യാപകർ തള്ളി. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ രംഗത്തുള്ള ഒരാൾ, പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാൾ എന്ന് പറയുന്നത് അയാളൊരു കാലിബറുള്ള ആളായിരിക്കും. അയാൾക്ക് ഇത് രണ്ടും സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്രയാസം അക്കാദമി രംഗത്ത് ഇതുവരെ അക്കാദമി രംഗത്ത് ഇതിലും വലിയ ഗുരുതരമായ ഒരു ഒട്ടനവധി വിഷയങ്ങളാണ്. സ്കൂൾ അധ്യാപകരായ മണ്ടോടി ബഷീർ, ആനേരി നസീർ എന്നിവർ നാദാപുരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പാർട്ടി തുണൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നാദാപുരം ഡിവിഷനിൽ മത്സരിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി നിർദ്ദേശം ആവശ്യപ്പെടുന്ന പ്രകാരം ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെന്റ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടാനാണ് അധ്യാപകരുടെ തീരുമാനം. കേരളത്തിൽ അധ്യാപനവും രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ അത്രമേൽ ഇഴയെടുപ്പമുണ്ട്. അധ്യാപകനില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാണോ എന്ന ചോദ്യം വലിയ ചർച്ചകൾ ആവശ്യപ്പെടുന്നുണ്ട്. നാദാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ.